നമസ്കാരം. ലവ് ഈസ് നോട്ട് എ ഗെയിം. ഡോണ്ട് സ്റ്റാർട്ട് ഇഫ് യു കാൻ സ്റ്റേ. പ്രണയം ഒരു കളിയല്ല. നിനക്ക് നിർത്താനാണ് ഭാവമെങ്കിൽ തുടക്കത്തിലേ നിർത്തുക, അല്ലെങ്കിൽ നീ കാരണം ഒരു ജീവിതം തകരും. എല്ലാ റിലേഷൻഷിപ്പിലും ഇടപെടുന്നവരുടെ പ്രശ്നം ഇതാണ്. ആദ്യം ഒന്നുകിൽ കാഴ്ച കൊണ്ട്, ഇല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ഒരാളെ ഇഷ്ടപ്പെടും, സ്നേഹിക്കും, ഒന്നും നോക്കില്ല. അത് പുരുഷനാണേലും സ്ത്രീയാണേലും അവനായാലും അവളായാലും. ഇഷ്ടപ്പെട്ട പിന്നെ കണ്ണും കാതും എല്ലാം മറന്നുള്ള സ്നേഹമായിരിക്കും. കുറേ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്ന് വേണ്ട അല്ലെങ്കിൽ നിർത്തും. എന്താണ് സംഭവിക്കുന്നത്? ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച, അല്ലെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ, അയാൾ നിങ്ങൾ നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾ തകർന്ന് തരിപ്പണമാവും. കാരണം ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അയാൾ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അയാളുടെ സമയം, അയാളുടെ ജീവിതം, അയാളുടെ ലക്ഷ്യങ്ങൾ ഒക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അയാളുടെ സ്വപ്നങ്ങൾ അവയൊക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷെ നിങ്ങളതൊന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടാതെ വരുമ്പോൾ അത് നിർത്തുക. ആദ്യം തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരും കാണാതെ വരുമ്പോഴായിരിക്കും, ഇല്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ മറുവശത്തുള്ള ആളിനോട് ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ അത് തുടങ്ങുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ജീവിതം തകരുന്നതിന് നിങ്ങൾ കാരണക്കാരാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ പുതിയ സാഹചര്യങ്ങൾ നമ്മെ മാറ്റാം, പക്ഷെ എന്നെങ്കിലും നമ്മളെ വല്ലാതെ അത് പിന്തുടരും. ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. ഇനിയും മറുവശത്തുള്ള ആൾ നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നില്ല, എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിട്ടിട്ട് പോവാം. അല്ലാത്ത പക്ഷം നിങ്ങൾ വാക്ക് കൊടുത്ത ഒരാളെ കളഞ്ഞിട്ട് പോകരുത്. അതുകൊണ്ട് എല്ലാവരോടും, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകളോട്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിലൊരു സത്യസന്ധത പുലർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ കാരണം മറ്റൊരാൾ തകരും. അത് പ്രപഞ്ച നീതിക്കെതിരാണ്. നിങ്ങൾക്കൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങൾ ആർക്കും അങ്ങനെ ഒരു ദ്രോഹം ചെയ്യരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.